ആ പെൺകുട്ടി ഏതാണ്? അത് ഈ ഓർഡർ ഉടമസ്ഥന്റെ മകളാണ്. സാറ് കേട്ടിട്ടില്ലേ? ചന്ദ്രശേഖരൻ നായർ, ഓഡീസൻ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ ചന്ദ്രശേഖരൻ നായർ, ഓഡീസൻ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളാണ്. May I dance with you? Oh, I'm sorry. It's all right. ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല. ഐ എം റിയലി സോറി. ക്ഷമ ചോദിക്കാൻ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? പരീക്ഷാമേ. ചന്ദ്രശേഖരൻ നായർ. മിസ്റ്റർ ചന്ദ്രശേഖരൻ നായരുണ്ടോ? ആ ഉണ്ടല്ലോ, വന്നാട്ടെ. ഇവിടെ ഇരിക്കാം. ഇതാ വന്നു. ഏതൊരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു? സ്ത്രീയോ? അല്ല, ഇതാരും മാധവിയമ്മയോ? ഇത് എവിടുന്ന് വരുന്നു? എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടുത്തെ മേൽവിലാസം എവിടുന്ന് കിട്ടി? ഇരിക്കും മാധവിയമ്മേ. അതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 10-12 വർഷമായില്ലേ തമ്മിൽ കണ്ടിട്ട്? 12 അല്ല, രാജേഷിന്റെ അച്ഛനുള്ള കാലത്ത് കണ്ടതാണ്. അദ്ദേഹം മരിച്ചിട്ട് 15 വർഷത്തോളമായി. പിള്ളച്ചേട്ടൻ മരിച്ചതിന്റെ പിറ്റേന്നാണ് വിവരമറിഞ്ഞത്. ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. എത്ര സ്നേഹമായി കഴിഞ്ഞവരാണെന്നറിയാം. അറിയാം. കയ്യിലൊരു കാശില്ലാതെ ഈ ബോംബെ മുഴുവനും ഞങ്ങൾ നടന്നിട്ടുണ്ട്. അതെ അതെ, മരിക്കുന്നതിന് 2 ദിവസം മുൻപ് കൂടി ചേട്ടന്റെ പേര് പറഞ്ഞിട്ടാണ് മരിച്ചത്. പിള്ളച്ചേട്ടൻ മരിച്ചതിൽ പിന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോയില്ല അല്ലേ? ഇല്ല, എസ്റ്റേറ്റും കെട്ടിടങ്ങളും ഒക്കെ ഇവിടെയല്ലേ. പിന്നെ കുട്ടികളുടെ പഠിത്തവും. കുട്ടികൾ 2 പേരല്ലേ? അതെ, രാജേഷും രാജലക്ഷ്മി. മകളുടെ വിവാഹം കഴിഞ്ഞു. അവളിപ്പോ കോഴിക്കോട്ടാ. ഓ. പിന്നെ പണ്ട് നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്ന അടുപ്പം ഒരു പുതിയ ബന്ധം കൊണ്ട് ഉറപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. മനസ്സിലായില്ല. രാജേഷിന് ചേട്ടന്റെ മകളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവളെ പക്ഷേ വിവരമെല്ലാം ഞാൻ അറിഞ്ഞു. എന്നിട്ട് കാര്യസാധീനമില്ലാത്ത ഒരു പെൺകുട്ടി മാധവിയമ്മയുടെ മകന് യോജിച്ച ഭാര്യയായിരിക്കുമെന്ന് വിശ്വാസമുണ്ടോ? എന്റെ വിശ്വാസമല്ല ചേട്ടാ കാര്യം. അവൻ അവളെ കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. അതെവിടെ വെച്ച്? മോളെ ഗീതേ, മോൾ അറിയുമോടി? അവൻ എങ്ങനെ അറിയും? 4 or 5 വയസ്സുള്ളപ്പോ കണ്ടതല്ലേ. മോളിരിക്കും. അതെ, 2 ദിവസം മുമ്പ് ഹോട്ടലിൽ വെച്ച് മോളെ ഒരാൾ ഡാൻസ് ചെയ്യാൻ വിളിച്ചു. ആ ആൾ എങ്ങനുണ്ട്? മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഒന്നും പറയണം. ഏതായാലും അവൻ ഇവളെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടതല്ലേ. പക്ഷെ ഒരു കാര്യം മാത്രം, വിവാഹം ആർഭാടമായി വേണ്ട. അത് ഞാൻ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു.
വേണ്ട മാതിരിയില്ല, ചേട്ടൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ വരട്ടെ മോളെ, ഞാൻ വരട്ടെ. എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ശ്യാമ കൂടെ പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ സമാധാനം. ശ്യാമയുടെ അമ്മ ഈ വീട്ടിലൊരു വേലക്കാരിയായിരുന്നില്ല, ഗീതയുടെ അമ്മയ്ക്ക് ഒരു കൂട്ടുകാരിയായിരുന്നു. അതുപോലെ നിങ്ങൾ രണ്ടുപേരും സ്വന്തം സഹോദരികളെ പോലെ കഴിയണം. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. കുറച്ചു കാലം കൂടി കഴിഞ്ഞ നിന്റെ വിവാഹക്കാര്യവും ഞാൻ ഏർപ്പാട് ചെയ്യാം. അപ്പോൾ എന്നെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആ, നിങ്ങളുടെ ഇഷ്ടം പോലൊക്കെ നടക്കട്ടെ. രാജേഷ് പ്രായമായെങ്കിൽ ലോകമെന്തെന്നറിയാത്ത കുട്ടിയാണ്. ഞാനിവിടെ പൊന്നുപോലെയാണ് വളർത്തിയിട്ടുള്ളത്. അറിവില്ല എന്ന് എന്തെങ്കിലും വന്നുപോയാൽ നീ അതത്ര കാര്യമാക്കരുത്. കഴിയുന്ന പോലെ വരുമ്പോളെ ലക്ഷ്മി, നീ പറഞ്ഞിരുന്ന വാക്കുകളെല്ലാം ഇന്ന് ഞാൻ നിറവേറ്റി. എന്താ ഇതുവരെ ഒന്നും തയ്യാറായില്ലേ? വേഗമാകട്ടെ. ഇവനെ കൂടെ ഒന്ന് ശരിയാക്കിയാ മതിയേ. ഈ കഞ്ചാവ് ബീഡി വലിച്ചു വലിച്ച് താൻ ഒടുങ്ങും. പതുക്കെ പറയൂ, കൊച്ചമ്മ കേൾക്കും.
ഇത്ര പേടിയുള്ള താനെന്തിനാ പിന്നെ തെരുതെരി കഞ്ചാവ് കൂടി വലിക്കുന്നത്? ആ അതിന്റെ രഹസ്യം അത് ഞാനിപ്പോ പറയത്തില്ല. അതെന്നാ? വന്നോ? അതൊന്നും വേണ്ട. ചടങ്ങുകളൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ സിന്ദൂരം ചാർത്തി താലം ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ടതല്ലേ? വരൂ മോളെ. എടോ, താൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഭദ്രമായി മുറിയിൽ വെക്കൂ. കോഴിമുട്ട വേണ്ട കണ്ണില്ലേ തന്റെ മുഖത്തെ? നോക്കി നടന്നുകൂടെ? കൊച്ചേ, ഭൂമി വളരെ ചെറുതാ, മനുഷ്യര് വളരെ കൂടുതലും. അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തട്ടും മുട്ടും ചെയ്യുന്നൊക്കെ വരും. ആ ആളെന്താരും നോക്കി മുട്ടിയില്ലെങ്കിലേ ചിലപ്പോ വായി പല്ല് കാണില്ല. അമ്പേ, ഇപ്പോൾ കുറെ പറിച്ചതാന്നല്ലോ പല്ല്. താൻ എന്തോന്നാണോ കഞ്ചാവ് അടിച്ചുകൊണ്ട് പിറു നിൽക്കുന്നത്? ജീവനുള്ള കഞ്ചാവിനെ പറ്റിയാ ഞാൻ പുറകുന്നത്. അപ്പൊ ഒന്ന് പെണ്ണുണ്ടല്ലോ, ആളെ മുറ്റ. ആളല്പം മുറ്റാണ്. തനിക്കെന്താ? താൻ തന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. താൻ വെറുതെ ഇതിന് മഞ്ഞ കൊള്ളാതിരിക്കുക നല്ലത്. അങ്ങനെ ഞാൻ അവളെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. ഞാനേ മട്ടൺ, ചിക്കൻ, ഫിഷ്, പൊറോട്ട സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്കറിയാമോ? എന്റെ കീര സൂപ്പിന്റെ രുചി അവളെ അറിയിക്കും. അപ്പൊ അവള് വഴിക്ക് ഒഴിയേ. തന്റെ ഒരു കീര സൂപ്പിന്റെ രുചി. ഇത് മുഴുവൻ കഴിക്കണം. വഴി വല്ലാതെ ക്ഷീണിച്ചല്ലേ. കഴിക്കുമോളെ. അതൊന്നും പറ്റില്ല. ഇത് മുഴുവൻ കഴിക്കാതെ നിന്നെ ഇവിടുന്ന് ഞാൻ എണീക്കാൻ സമ്മതിക്കില്ല. കഴിക്കണം. അമ്മ സ്നേഹത്തോടെ തരുന്നതല്ലേ, കഴിക്കണം. ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ, പിന്നെ അവൾ എങ്ങനെ കഴിക്കാനാ? എനിക്ക് ഇതൊക്കെ വേണ്ടേ അമ്മേ? ആഹാ, നിനക്കിപ്പോ കൂടിയ തിരുവല്ലേ? പിന്നെ എന്നാ ഞാനിപ്പോ തരുന്നില്ല. ദാ കഴിച്ചോ. വേണ്ട മോളെ, ചെറുപ്പത്തിലേ ഇവന്റെ സ്വഭാവം അങ്ങനെ. അവനും കഴിക്കുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് കഴിക്കാൻ സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് പെൺകുട്ടിയോടാ ഇഷ്ടം. ഇത് കേട്ടോ, ഇവൻ എന്തറിയാം? ഒരാളിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച ഒരുപോലല്ലേ മോളെ? ഗീതേ, വരൂ. ഗീതയ്ക്ക് ഞാൻ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. ആ ചെല്ലു മോളെ, വരൂ. ഇതാണ് എന്റെ കൊച്ചു ഗ്രന്ഥശാല. വരൂ. ഇതാണ് നമ്മുടെ അതാ നോക്കൂ, തോട്ടം. അതിന്റെ അപ്പുറത്ത് കാണുന്ന ആ ചെറിയ കെട്ടിടമാണ്, അറിയാമോ, എന്റെ പണിപ്പുര. ഓ, അത് ഞാൻ ഗീതയോട് പറഞ്ഞിട്ടില്ല. കല്ലും മരവും കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുകയാണ് എന്റെ ഹോബി. എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ഹോബിയേ ഉള്ളൂ. കൊള്ളാം, നല്ല വിനോദമാണല്ലോ. എന്നിട്ട് എന്നോട് ഇതേവരെ പറഞ്ഞില്ലല്ലോ. സന്ദർഭം വരുമ്പോൾ പറയാമെന്ന് കരുതി. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കാം. എടോ ശങ്കരൻ നായരെ, എന്തോ നാടോ? കുക്കുംബർ സൂപ്പ്, മട്ടൺ കട്ട്ലറ്റ്, ഫിഷ് ബിരിയാണി, ഇതാണ് ഇന്നത്തെ മേനോ. തനിക്ക് കോഴയെ നിർത്തി പഠിക്കാൻ അറിയാമോ? കോഴയെ നിർത്തി സാപ്പിടാൻ അറിയാം. താപോ എടോ അതൊക്കെ പഠിക്കണം. എടോ ചോട്ടിലാലേ, എനിക്ക് മാലുമാന്ന് ഒന്ന് പറയുവേ. കേട്ടോ ശങ്കരൻ നായര്, ഒരു കഥ. ഞാന് കാശ്മീരിൽ നമ്മുടെ സേഡുവിന്റെ ചീഫ് കുക്കായിട്ട് വാഴുന്ന കാലം. ഒരു ദിവസം ഒരു കോഴിയെ നിർത്തി അങ്ങോട്ട് പൊരിച്ച് സേഡുവും ഭാര്യയും ഉണ്ണാൻ വന്നിരുന്നപ്പോ ഇടയ്ക്കോട്ട് അങ്ങ് വെച്ചു കൊടുത്തു. ഇതിലെ തിന്ന സേഡിനും ഭാര്യയ്ക്കും 2 മണിക്കൂർത്തെ ലെവലില്ല. അവര് 2 അല്ല 4 മണിക്കൂർത്തെ കാലങ്ങളില്ലല്ലോ. അവരുടെ തൊണ്ടയില് കോഴിയുടെ എല്ല് കയറി കാണും. അതിനൊരു ലഹരി. ഞാന് ഈ കോഴിയെ പാചകം ചെയ്യുന്നതിൽ ചെറിയ പരിവർത്തനം വരുന്നു. കഞ്ചാവ് വിലക്ക് കാണും കോഴി ഇറച്ചി.
ഇടോ തന്നോട് വർത്താനം പറയാൻ വന്ന എന്നെ വേണം പിടിക്കാൻ. കടുകെണ്ണയും വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒരു മിക്സി അതും കേട്ടു. ഓ അത് ഭയങ്കര മിക്സിംഗ് ആയിരുന്നല്ലോ. അങ്ങനെയാണ് ഏൽക്കും. അന്നോട്ടാ ഞാൻ കോഴി സ്പെഷ്യലിസ്റ്റ് ആയത്. നമ്മുടെ സാറിനും സേട്ടുവിനും കോഴി എന്ന് പറഞ്ഞ ജീവന. എടോ ഞാൻ അടുത്തൂടെ ഒരു രഹസ്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ സാറ് എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട്? എന്താ കഞ്ചാവ് തലക്ക് പിടിച്ചോ? ഇത് അങ്ങേരുടെ വീടല്ലേ? ജനിച്ചപ്പോ മുതൽ അങ്ങേര് ഇവിടെ തന്നെയാ. ഈ 2 വർഷം മുമ്പ് സാർ ഇവിടെ ആയിരുന്നു. സിംഗപ്പൂരിൽ. താനെ പാട് നോക്കണോ? വേറെ ജോലിയുണ്ട്. ഞാൻ ഈ സാറിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? ഇവിടെ ഒന്ന് വേഗമായിട്ട് നീ എത്ര നേരമായി ചപ്പാത്തി ചപ്പാത്തി എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നു. വേഗമാട്ടെ. ഇവിടെ നേരെ ഇവള് സാധനം ഒരു ഭയങ്കരിയാണല്ലോ. കീര സൂപ്പ് നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഭയക്കാനൊന്നും ഇല്ല. ഗീതേ, അന്ന് ആ ഹോട്ടലിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം ഓർമ്മയുണ്ടോ? നല്ല കാര്യമായി. ആ ദിവസം മറക്കാൻ കഴിയുമോ? അന്ന് ഡാൻസ് ചെയ്യാൻ വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വരാൻ കഴിയാത്തതിൽ ഞാൻ എത്ര ദുഃഖിച്ചെന്നറിയാമോ? അന്ന് രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയില്ല. കാലിന് സുഖമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഡാൻസ് ചെയ്യുമായിരുന്നു. ഇനിയും കാലമുണ്ട്. നീ എന്നോടൊപ്പം ഒരു ദിവസം ഡാൻസ് ചെയ്യും. എന്നെ സമാധാനിപ്പിച്ചായിരിക്കുമല്ലേ? തീർച്ചയായും അല്ല ഗീതേ, എന്റെ മനസ്സ് പറയുകയാണ്. ഒരു ദിവസം അതേ ഹോട്ടലിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യും. എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ഇനി ഒന്നും വേണ്ട രാജേഷ്. വിചാരിക്കാത്തൊരു സ്വപ്നം പോലെയാണ് എനിക്ക് രാജേഷിനെ കിട്ടിയത്. അങ്ങനെ പറയരുത് ഗീതേ. വഴിതെറ്റിപ്പോയ ഒരു സഞ്ചാരിയെ പോലെ നിരാശനും ക്ഷീണിതനുമായിരുന്നു ഗീതേ ഞാൻ. നീയാണ് എനിക്ക് ആശ്വാസം തന്നത്. ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ടതായിരുന്നു രാജേഷ്.